ട്രാൻസ്ഫോം റൂറൽ ഇന്ത്യ. മാറ്റത്തിന് ശബ്ദമാകാൻ പ്രാദേശിക ഭരണതലത്തിലെ വനിതാ നേതാക്കളെ ശാക്തീകരിക്കലാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശം. കിലയിൽ 4 ദിവസമായി പരിശീലനം നടക്കുന്നു. പുതിയ പരിശീലനം മലയാളം കൈപ്പുസ്തകവുമായി ഒപ്പമുണ്ട്. അതോടൊപ്പം വിദഗ്ധരായ ആളുകൾ നയിക്കുന്ന പ്രാക്ടിക്കൽ ക്ലാസ്സുകളും. ഇതിൽ ഓരോ വ്യക്തിയും പരിശീലകനാവുകയാണ്. വളരെ വ്യത്യസ്തവും നൂതനവുമായ ആശയം. വൺ ഇന്ത്യ വൺ ട്രെയിനിങ് എന്ന് ഇതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വനിതാ ശാക്തീകരണത്തിലൂടെ ഒരു കാലഘട്ടത്തിൻ്റെ വക്താക്കളാകാൻ കഴിയും വിധം പരിശീലനം നൽകുന്ന ഈ പ്രക്രിയ അടുത്ത കാലത്തെ ഏറ്റവും മികച്ച പരിശീലനത്തിൽ ഒന്നാണ്. മറ്റു പരിശീലനങ്ങളിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തവുമാണ്. ഈ കൈപ്പുസ്തകത്തിൻ്റെ മലയാളം പതിപ്പ് തയ്യാറാക്കിയവരും ഒപ്പം നിന്നവരും പരിശീലകരും എല്ലാവരും കിലയ്ക്ക് മാത്രമല്ല കേരളത്തിന് എന്നും വിലമതിക്കപ്പെട്ടവർ തന്നെ. ഈ പരിശീലനത്തിൻ്റെ ഒരു കരട് മാത്രമാണിത്. ചിലർ അയച്ചു തന്ന ഫോട്ടോയും വീഡിയോയും മാത്രം ഉൾപ്പെടുത്തി ഒരു ശ്രമം നടത്തുന്നു. നന്ദിപൂർവ്വം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു കേന്ദ്രമാണിത് കേരളത്തിലെ കില. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ ഇവിടെ പരിശീലനത്തിനായി വരാറുണ്ട്. എന്ന് മാത്രമല്ല പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ നാഴികക്കല്ലാണ്. അതുപോലെ തന്നെ പരിശീലനം മുഖ്യമായും ഇവിടെയാണ് നടക്കുന്നത്. എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഈ കോമ്പൗണ്ടിനുണ്ട്. ഇവിടെ എത്തുന്ന ആളുകൾ ഒരിക്കലും ഈ പ്രദേശത്തെ മറക്കാറില്ല. കിലയിലെ അന്തരീക്ഷം അത്രയേറെ ഹൃദ്യമാണ്. അവിടുത്തെ താമസം, ഭക്ഷണം, ക്ലാസുകൾ, ലൈബ്രറി എന്നു വേണ്ട എല്ലാ തരത്തിലും ഉള്ള ശ്രദ്ധ ഇവിടെയുണ്ട്. ആരോഗ്യപരിപാലന കാര്യത്തിലും ഒക്കെ തന്നെ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. ഏത് കാലാവസ്ഥയിലും ഇവിടെ ആളുകൾ വന്ന് ക്ലാസുകൾ കൂടുന്നുണ്ട്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും മികച്ച സൗകര്യങ്ങൾ ഇവിടെ ഒത്തുണക്കിയിരിക്കുന്നു. കില എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. അതുപോലെ തന്നെ മാറ്റത്തിൻ്റെ നാഴികക്കല്ല് ഇവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പരിശീലനത്തിന് വിവിധ ദൃശ്യങ്ങളാണ്. ഓരോ ഹാളുകളിലുമായി നടന്ന പരിശീലനങ്ങൾ അതിൻ്റെ വ്യത്യസ്തമായ മുഖങ്ങളാണ്. പരിശീലകരും പരിശീലകരോടൊപ്പം തന്നെ അത് നയിക്കുന്നവരുമുണ്ട്. ഓരോരുത്തരും ഓരോ തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ശൈലിയാണ്. കാര്യമൊന്ന്, പക്ഷേ അവതരിപ്പിക്കുന്ന രീതി പലതായിരിക്കാം. അവരുടെ കഴിവ് പുറത്ത് കൊണ്ടുവരികയാണ് ലക്ഷ്യം. വളരെയേറെ ശ്രമകരവും ഏറെ രസകരവുമായിരുന്നു ഈ പ്രക്രിയ. ഓരോ ഗ്രൂപ്പും ഒന്നിനൊന്നും മെച്ചമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. തൻ്റെ കഴിവുകൾ മുഴുവൻ തന്നെ പുറത്തെടുക്കുവാൻ അവസരം നൽകി. അതോടൊപ്പം തന്നെ നിരീക്ഷകരായും നിർദ്ദേശകരായും കൂടെ ഉണ്ടായിരുന്ന പരിശീലകർ ഓരോ ഘട്ടത്തിലും സഹായിക്കാനുണ്ടായിരുന്നു എന്നുള്ളത് വളരെ. വിവിധ ജില്ലകളിൽ നിന്നും വന്നവർ, വിവിധ പരിശീലനങ്ങൾ പൂർത്തിയാക്കിയവർ, പല തരത്തിലുള്ള ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരുന്നവർ എല്ലാവരും ഇവിടെ പരിശീലകരോ നിരീക്ഷകരോ ഒക്കെയായി മാറുന്ന കാഴ്ച. ഓരോ വിഭാഗത്തിലും പ്രത്യേകം തയ്യാറാക്കിയ മൊഡ്യൂളനുസരിച്ച് ക്ലാസുകൾ നടക്കുന്നു. 4 മണിക്കൂർ 3 മണിക്കൂർ വീതം ഉള്ള ഓരോ സെഷനുകളും 8-10 ആളുകൾ ചേർന്നാണ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ അവയുടെ ഗൈഡ്ലൈനും മറ്റു കാര്യങ്ങളും കൃത്യമായി തയ്യാറാക്കി കൊടുക്കുകയും ആ തയ്യാറാക്കൽ അനുസരിച്ച് തന്നെ കൃത്യമായി ക്ലാസുകൾ നയിക്കുകയും ചെയ്യുന്നുണ്ട്. വിവിധ ഘട്ടങ്ങളിലായി നടന്ന ക്ലാസുകൾ ഏറ്റവും മികച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതും വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു സംരംഭത്തിൻ്റെ തുടക്കം വളരെ ഭംഗിയായി തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട്. സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായി നന്ദി. പരിശീലകർക്കും നന്ദി. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒഴിവാക്കി ഞങ്ങൾ മുന്നോട്ട് വരും. അതിന് ഒരു പോരായ്മ ഞങ്ങൾ കണ്ടെത്തില്ല. നിങ്ങളെ പതുക്കെ ഞങ്ങൾ ചവിട്ടി പുറത്തേക്കാക്കും. ഞങ്ങൾ ആ സ്ഥാനത്തേക്കാണ് കയറും. ഗ്രൂപ്പ് തിരിച്ചു എഫക്റ്റീവായി ചെയ്തിട്ടുണ്ട്. ബാക്കി പിന്നെ പറയാം, വിശദീകരണം സാറിന് പറയും. ഷാജിലാൽ സാറ് ഗ്രൂപ്പുകളിലുള്ളവരുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം കൃത്യമായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശരിയായ വഴിക്കാണ് പോകുന്നത്. ഇനി ഒരു കൂട്ടം ആളുകളോട് കൂടി അഭിപ്രായം ചോദിക്കാനുണ്ട്. നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കണം. അത് ചെയ്യുന്നത് ആക്ടിവിറ്റി കഴിഞ്ഞില്ല, പിരിച്ചുവിടാനായില്ല. അത് നമ്മളുടെ ജോളി മാമാണ് ചെയ്യുക.
ഇത് നമ്മളെ ഈ ഗ്രൂപ്പിലൊന്നും പെടാതെ ഒഴിവാക്കപ്പെട്ടവരോടാണ്. ആ ചോദ്യവും കൂടി നമ്മൾ ശ്രദ്ധിക്കണം, അവരുടെ വികാരവും നമ്മൾ ശ്രദ്ധിക്കണം. അഭിമാനം ഫോട്ടോ എടുക്കുന്നത് നീ വേണമെങ്കിൽ നോക്കിക്കോ. ഞങ്ങളെ കിട്ടിയില്ലല്ല സമയം. ഞാനൊക്കെ ചെറുക്കുഴിയിലായിരിക്കും. സെക്രട്ടറിമാരും പ്രസിഡന്റുമാർക്കും ശ്രീകുമാർ സാർ ശ്രീനാലോട്ട് നോക്കിയോ. പഞ്ചായത്തിൻ്റെ ഒരു വണ്ടി കയറി വരുന്നത് നമ്മളൊക്കെ ചില വന്നവരും സൗകര്യമുള്ള സമയത്ത് പങ്കെടുത്തോളം പറ്റും. ജില്ലയാണ് കണ്ണൂർ ഏത്? പാനൂർ ജില്ല കോട്ടയം. ഐഡിയകൾ, ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കും. ഞാനൊരു നേതാവാണെങ്കിൽ എൻ്റെ ആശയങ്ങൾ മാത്രമാണ് എനിക്കുള്ളത്. നമ്മൾ ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒക്കെ പുതിയ പുതിയ ആശയങ്ങൾ ഇതിലേക്ക് വരും. ഈ ആശയത്തെ ലീഡർ വേണ്ടപ്പെട്ട അർഹതയോടെ സ്വീകരിക്കുന്നുവെങ്കിൽ, ആ ആശയത്തെ ഗൗരവത്തോടെ എടുക്കുന്നെങ്കിൽ, നാളെയും പുതിയ ആശയങ്ങളും അഭിപ്രായങ്ങളും ചർച്ചയ്ക്ക് എഴുന്നേറ്റ് നിന്ന് പറയാൻ ഇവർക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. വനിതാ മെമ്പർമാർക്ക് നല്ല കോൺഫിഡൻസ് വരും. നമ്മളുടെ ഈ പരിശീലനത്തിന്റെ ഉദ്ദേശം നമ്മുടെ വനിതാ മെമ്പർമാരെ കൂടുതൽ മികവുറ്റവരാക്കുകയാണ്, നല്ല കോൺഫിഡൻസ് ഉള്ളവരാക്കുകയാണ്, നല്ല നല്ല അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും മുന്നോട്ട് വെക്കാനുള്ള ക്രിയേറ്റിവിറ്റി ഉള്ളവരാക്കുകയാണ്. ഇപ്പം ജനാധിപത്യ രീതിയിലുള്ള ഒരു ലീഡർ, ഈ രീതിയിൽ ഒരു ലീഡർ ജനാധിപത്യ രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവിടെ രൂപപ്പെടുന്നത് ഒരു റൂമാണ്. ആ റൂമിൽ ഒരു കൂട്ടം ആളുകളാണ്. അവരുടെ നൂതനമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നു, കോൺഫിഡൻസോടെ തിരിച്ചു പോകുന്നു, അത് പ്രാവർത്തികമാക്കാൻ കൈമയും മറന്ന് പ്രവർത്തിക്കുന്നു. ഇവിടെയാണ് ഒരു ലീഡർക്ക് വിജയിക്കാൻ കഴിയുക. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ഫോട്ടോ സെഷനുകൾ ഉണ്ടായിരുന്നു. ഓരോ ഗ്രൂപ്പും പ്രത്യേകമായി അവരുടെ ആളുകളെ നിർത്തി ഫോട്ടോ എടുത്തു. കാരണം വിവിധ ജില്ലകളിൽ നിന്ന് വന്നവർ പല ഗ്രൂപ്പുകളിലായി മാറിയിരുന്നെങ്കിലും ആ ഗ്രൂപ്പുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും ചിത്രങ്ങളെടുത്തത്. അതുപോലെ തന്നെ ക്ലാസ്സുകളിൽ മിങ്കിൾ ചെയ്ത് ക്ലാസ്സുകളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഓരോരുത്തരുടെ കഴിവുകൾ തെളിയിക്കുന്നതിനും മാറ്റിവെക്കുന്നതിനുള്ള ഒരു അവസരമായി ഇതിനെ കാണാനും കഴിഞ്ഞു. നമുക്ക് അതിലെ ചില ഭാഗങ്ങൾ മാത്രം, ചില ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
പ്രോഗ്രാമായിട്ടാണ് ഇത് കിലയിൽ നടക്കുന്നത്. ഇന്നിപ്പോൾ ഇത് അതിൻ്റെ 4ാമത്തെ ദിവസമാണ്. ആദ്യത്തെ 2 ദിവസം അത് നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള 2 ദിവസം തിരിച്ച് നമ്മൾ ക്ലാസ് എടുത്ത് പരിശീലിക്കുകയും ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ PPT ഉപയോഗിക്കാതെ ക്ലാസ് എടുത്തു എന്നുള്ളത് ആദ്യത്തെ വിശേഷതയാണ്. ഇത് വളരെ സിമ്പിളായിട്ടാണ് അതിൻ്റെ മോഡ്യൂളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഏതാണ്ട് പ്രൈമറി ലെവലിലുള്ള ഒരു പഠനം പോലെ തോന്നിയിട്ടുണ്ട്. എങ്കിലും അത് വളരെ ഈ 1 ഇന്ത്യ 1 ട്രെയിനിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് എന്ന് തോന്നുന്നു. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ മോഡ്യൂൾ കൊണ്ടുവരുന്നു. ഇതൊക്കെയാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു. ജില്ലയിലെ ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് നടക്കുന്ന ഈ പരിശീലന പരിപാടി, വനിതാ ജനപ്രതിനിധികൾക്ക് വേണ്ടിയുള്ള ഈ പരിശീലന പരിപാടി തീർച്ചയായിട്ടും വളരെ പ്രയോജനപ്പെട്ടു. അതിലെ TOT ഒരു പുതിയ മൊഡ്യൂളും പുതിയ രീതിശാസ്ത്രത്തിൽ നടത്തപ്പെട്ടതുകൊണ്ട് നമുക്കൊരു പുതിയ അനുഭവമായിട്ട് തന്നെ മാറി. അത് തീർച്ചയായിട്ടും നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള നമുക്ക് കോട്ടയം ജില്ലയിലെ എല്ലാ ആളുകൾക്കും നല്ല സന്തോഷമുള്ള കാര്യമാണ്. വേണ്ടിയുള്ള ഈ പരിശീലന പരിപാടി ഒരു പുതിയൊരു രീതിശാസ്ത്രമാണ് അവലംബിച്ചിരിക്കുന്നത്. അത് താഴെത്തട്ടിൽ പ്രയോഗവൽക്കരിക്കുമ്പോൾ അത് എത്രമാത്രം മാറ്റേറിയതാണെന്ന് ഈ പുതിയ രീതിശാസ്ത്രത്തിലൂടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് വ്യക്തമാകും. നമ്മുടെ എല്ലാ നിയമങ്ങളും 23ാം ഭരണഘടനാ ഭേദഗതി മുതൽ താഴേക്ക് വനിതകൾക്ക് കൊടുത്തിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ച് മുഴുവൻ ബോധവൽക്കരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പുതിയ രീതിശാസ്ത്രമാണ് ഈ ക്യാമ്പിൽ അവതരിപ്പിച്ചത്. അത് താഴെത്തട്ടിലേക്ക് വളരെ ഫലപ്രദമായി വിനിയോഗിക്കുവാനായിട്ടുള്ള ഒരു പഠനം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നമ്മളിവിടെ പ്രായോഗികമാക്കാൻ ഇപ്പോഴേ വന്നുള്ളൂ എന്നുള്ളതാണ്. ഇല്ലാതെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നമുക്ക് അവകാശം ഉണ്ടാകും. അത് താഴെത്തട്ടിലേക്ക് പിന്നെ കുറേ ഗെയിംസാണ് അതിനകത്ത് കൂടുതലായിട്ട്. ഗെയിമുകൾ നമ്മൾ ഒരിക്കലും പറഞ്ഞില്ല. കുട്ടികളെ നമ്മൾ കഥകളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ തന്നെ അവർ പറയും. If you want to be heard, നിങ്ങളുടെ ശബ്ദം കേൾക്കണമെങ്കിൽ you have to speak out. നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശബ്ദം ആരും കേൾക്കില്ല. So if you stand up, എണീറ്റ് നിൽക്കുക, നിങ്ങൾ തീർച്ചയായിട്ടും കാണപ്പെടും. നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ കേൾക്കപ്പെടും. That's all. Thank you. അപ്പോൾ നമ്മുടെ 4 ദിവസത്തെ പരിശീലനം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഭക്ഷണം കഴിച്ച് പിരിയാം. ഒരു സമാപനത്തിന് സംസാരിക്കാൻ പ്രാമുഖ്യത കോഴ്സിൻ്റെ വരിയും 4 ദിവസം ഇവിടെ നിൽക്കാൻ അല്ലേ കാണിച്ച മനസ്സിന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. കാരണം എനിക്കറിയാം ഈ ഒരു മൊഡ്യൂളിന്റെ പ്രത്യേകതയും ഒക്കെ ഞാൻ ആദ്യം തന്നെ വിശദീകരിച്ചതാണ്. ക്ലാസ് ഒക്കെ എല്ലാവരും എടുത്തല്ലോ അല്ലേ? ഓക്കെ ആണോ? ആണ്. അപ്പോ എന്താണ് ചില കമന്റ്സ് വേറെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആമുഖത്തില് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വരാനിരിക്കുന്ന ജനപ്രതിനിധികളുടെ വനിതാ ജനപ്രതിനിധികളുടെ പരിശീലനം എന്നുള്ള രീതിയിൽ നമുക്ക് വൈഡായിട്ട് നടത്തേണ്ടി വരും. ഈ 20,000-ഓളം പേരാണ് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്. അതിൽ 11,000-ഓളം സ്ത്രീകളായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അവരുടെ ആയിട്ടുള്ള വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് നമുക്ക് ഈ മാർച്ച് മാസം കഴിയുന്നതോടുകൂടി തന്നെ, അവർ ഡിസംബറിൽ അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ നമ്മൾ ആ രീതിയിൽ ചെയ്യേണ്ടി വരും. നമ്മൾ നടത്താൻ പോകുന്ന ഭാവിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവർക്ക് പരിശീലനം കൊടുക്കൽ മാത്രമല്ല, അവർ നടത്തുന്ന പല പദ്ധതികളിലും അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് നമ്മുടെ പുതിയൊരു ഇതായിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ്, പരിശീലനം കൊടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ നമ്മൾ ചേർന്നിരിക്കുകയും ജില്ലാ അടിസ്ഥാനത്തിൽ അതിന് വേണ്ട പ്ലാനിങ്സ് ഒക്കെ നടത്തുകയും നമ്മൾ ചെയ്യും. എന്തായാലും ഈ ഒരു പരിശീലനത്തിൽ എത്തിച്ചേർന്ന ഈ മൊഡ്യൂളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ എല്ലാറ്റിനും നമ്മൾ ഫ്രീ അല്ല. പഞ്ചായത്ത് മന്ത്രാലയം MOPR തന്ന മൊഡ്യൂൾ ആയതുകൊണ്ട് പക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളോ ഒക്കെ നിങ്ങളുടെ ഡിസ്കഷനിൽ വന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. എന്തെങ്കിലും അങ്ങനത്തെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ, നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ വായിക്കുന്നതോടുകൂടി എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അതിനനുസരിച്ച് നമ്മളുടെ പരിശീലന രീതികളിൽ നമുക്ക് ചെറുതായിട്ട് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം.